കിച്ചണിലേക്ക് സ്വാഗതം. പിന്നെ ഇന്ന് നമ്മൾ ഒരു കപ്പ കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതായത് വളരെ പഴയ കാലത്തുള്ള ഒരു ഡിഷാണിത്. കപ്പയും പച്ചച്ചെമ്മീനും ചേർത്ത് തേങ്ങ അരച്ചുണ്ടാക്കുന്ന ഒരു പുഴുക്കാണ്. ഞങ്ങളുടെയൊക്കെ ബാല്യത്തിൽ ധാരാളമായിട്ട് ഈ മഴക്കാലത്തൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വീടുകളിൽ ഇങ്ങനെ പറമ്പിലൊക്കെ കപ്പ പറിക്കും. അപ്പോൾ കപ്പയൊക്കെ പറിച്ചെടുത്തിട്ട് ഈ പാടത്തു നിന്നൊക്കെ ഇങ്ങനെ ചെമ്മീൻ കോരി കിട്ടും. ആ ചെമ്മീൻ പച്ചച്ചെമ്മീൻ ആ ചെമ്മീനും ചേർത്ത് വേവിച്ച് തേങ്ങ അരച്ചൊരു പുഴുക്കുണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ ഞാൻ കരുതി ഈ തണുപ്പുള്ള സമയത്ത് അതൊന്ന് ചെയ്ത് കളയാം. വളരെ എളുപ്പത്തിലും തയ്യാറാക്കാവുന്നതാണ്. അതുകൂടാതെ നല്ല രുചികരവുമാണിത്. നമുക്ക് കഴിച്ചു കഴിഞ്ഞാലൊക്കെ കുട്ടികൾക്കുമൊക്കെ ഇഷ്ടപ്പെടും. ചെമ്മീൻ ഒരു സ്വല്പം പുളിയിട്ടൊക്കെ വേവിച്ചിട്ട് അതിലേക്ക് കപ്പ ചേർത്ത് വേവിച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏതായാലും ഒരു ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അഭിപ്രായം പതിവ് പോലെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പച്ചക്കപ്പയും പച്ച ചെമ്മീനും കൊണ്ടുള്ള ഒരു പുഴുക്ക തയ്യാറാക്കണം. അതായത് പച്ചക്കപ്പ നകക്ക വെള്ളം ഒഴിച്ച് സ്വല്പം ഉപ്പും ഇട്ട് ഒന്ന് വേവിക്കണം. എന്നിട്ട് വെള്ളം ഊറ്റിയെടുക്കണം. പിന്നെ ചെറിയ ചെമ്മീനാണ് നമുക്ക് കിട്ടിയത്. ആ ചെമ്മീൻ സ്വല്പം പുളിയും ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് അതും വേവിച്ചെടുക്കണം. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് അതിൽ തേങ്ങ ഒതുക്കി ചേർക്കണം. അത് നമുക്ക് തേങ്ങ ഒതുക്കുമ്പോ എന്തൊക്കെയാ ചേർക്കണേന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് കപ്പ ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്ത് കപ്പ അടുപ്പത്ത് വെച്ചു. അതിന് പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം. കണ്ടോട്ടോ, വെള്ളം ഉള്ളത് കൊണ്ട് സ്വല്പം ഉപ്പ് അധികം വേണ്ടി വരും. വെള്ളത്തിലേക്ക് ലയിച്ച് ചേരൂലേ, അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ആക്കിയേക്കാം. മിക്സ് ആയിക്കോളും വെള്ളത്തിലേക്കെങ്കിലും. ഇനി കപ്പ അവിടെ ഇരുന്ന് വേവണ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പില് കപ്പ അവിടെ വേവട്ടെ കേട്ടോ. ഇപ്പുറത്തെ അടുപ്പിൽ ഇതേ ചെമ്മീൻ കണ്ട, കുഞ്ഞു ചെമ്മീനാ കിട്ടിയത്. ആ ചെമ്മീനില് സ്വല്പം പുളി ചേർക്കണം. കുടംപുളി ഉരുക്കി വെച്ചിരിക്കുന്ന സിറപ്പാണ് നമ്മൾ ചേർക്കണം. അതെന്നാന്ന് വെച്ചാൽ കപ്പയും ചെമ്മീനും കൂടെ വെക്കുമ്പോൾ അധികം പുളി പാടില്ല കേട്ടോ, കപ്പയിലേക്കൊന്നും പിടിക്കാൻ. അത് കാരണം ഇതിന് പാകത്തിനുള്ള, അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് പുളി ചേർക്കാം. സ്വല്പം പുളി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് പോരായെന്ന് തോന്നിക്കഴിഞ്ഞാൽ അരപ്പ് ചേർക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പുളി ചേർക്കാം. ഇത് മതിയാവും, കാരണം ഒരു സ്വല്പം പുളി കിട്ടിയാൽ മതി കപ്പയ്ക്ക് ടേസ്റ്റിന്. പിന്നെ അതിനും ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. സ്വല്പം വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചല്ലേ ചെമ്മീൻ വേവിക്കണം. ചുമ്മാ ചെമ്മീൻ വേവിക്കുമല്ലാണ്ട് വെള്ളം വേണം അതിന്. ഇനി അതൊന്ന് ഇതിൻ്റെ ഒന്ന് തിളച്ചു വരുമ്പോൾ ഇത് ഓഫ് ചെയ്യണം കേട്ടോ. എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ആ വെള്ളവും ചെമ്മീനുമായിട്ട് കപ്പ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചേർക്കണം. അത് മിക്സിങ് കാണിച്ചു കൊടുക്കാം നമുക്ക് കേട്ടോ. അപ്പം ഇതും വേവട്ടെ. നമ്മളിത് ചെമ്മീൻ വേവിക്കാൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നു. സ്വല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണം. കണ്ട, ഒന്ന് ഇളക്കി വിടണം. അവിടെ നിൽക്കൊന്ന് ഇളക്കണം എന്ന് കാണിക്കാം ജസ്റ്റ്. എന്നിട്ട് ഇത് തികക്കുമ്പോൾ നമുക്ക് ചെമ്മീൻ ഓഫ് ചെയ്യണം കേട്ടോ. അധികം ചെമ്മീൻ വേണ്ട, കടുകടുന്നായി പോകും കേട്ടോ. എന്നിട്ട് ആ വെള്ളം എല്ലാം കൂടെ ചേർത്ത് കപ്പയിൽ മിക്സ് ചെയ്യാനുള്ളതാണ്. തികന്നു വരുമ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ. കപ്പ വേവായി. ഇനി ഞാൻ ഈ വെള്ളം ഊറ്റി വേറൊരു പാത്രത്തിലേക്കാക്കി കൊണ്ടുവരാം കേട്ടോ. ഇത്രയും വേവ് മതി. ഇനി മിക്സ് ചെയ്യാനുള്ള ചെമ്മീനായിട്ട് വെന്തു. ഇത് മതി, ഈ പാകം മതി. മാറ്റിട്ടെ, കൊണ്ടുപോട്ടെ. നമ്മളിതേ കപ്പയുടെ വെള്ളം ഊറ്റി ഒരു ചട്ടിയിൽ കൊണ്ടുപോകും കേട്ടോ. ഇനി നമ്മള് ചെമ്മീൻ വേവിച്ച് സ്വല്പം വെള്ളമായിട്ട് കിടക്കണത് അടുപ്പത്തേക്ക് വെച്ചു. കണ്ടോ, ചെമ്മീൻ ഇപ്പൊ നന്നായിട്ട് വെന്തോ? ചെമ്മീൻ അത്രയും വെന്താ മതി. ചെമ്മീൻ ഞാൻ പറയാറില്ലേ, കൂടുതൽ വെന്താ കടുകടുന്നായി പോകുന്ന. അതിലെ ആ വെള്ളവും ചെമ്മീനും ആയിട്ടുള്ളതിലേക്ക് ഈ കപ്പ ചേർക്കുക. ഇതിപ്പോ ഹാഫ് കുക്ക്ഡ് ആണോ ചെമ്മീൻ? കണ്ടോ, ചെമ്മീൻ തിളച്ച് കഴിയുമ്പോൾ ചെമ്മീൻ ഓഫ് ചെയ്ത് വെച്ചു. അതിലേക്ക് വെന്ത കപ്പ വെള്ളം ഊറ്റി കൊണ്ടുവന്നത് മിക്സ് ചെയ്തു. ഇനി അതിൽ കിടന്ന് ചെമ്മീനും കപ്പയും കൂടെ മിക്സായി വേവണം. ഈ വെള്ളം വറ്റി വരണം. ആ വറ്റി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയരപ്പ് തയ്യാറാക്കണം. ഇതെന്നാന്നോ, തേങ്ങ ഒതുക്കിയാട്ടോ എടുക്കണം, അരയ്ക്കുമല്ല. ഒതുക്കി അത് തയ്യാറാക്കണം. ഇച്ചിരി വേപ്പിലയും കൂടെ മീതെ ഇട്ട് കൊടുക്കാം അല്ലേ. ഇച്ചിരി വേപ്പില വേണം. ഇനിയിപ്പോൾ ഈ വെള്ളം മുക്കാലും പറ്റുമ്പോൾ തേങ്ങ ഒതുക്കി അരപ്പ് അതിലേക്ക് ചേർക്കണം. അത്രയേ ഉള്ളൂ ഇതിന്റെ പരിപാടി. അങ്ങനെ ചെമ്മീനും കപ്പ. അപ്പം നമുക്ക് ഉപ്പും പുളിയും നോക്കണം കേട്ടോ. പുളി കുറവാണെങ്കിൽ പുളി അന്നേരം ചേർത്ത് കൊടുക്കാം. ഉപ്പും നോക്കണം കേട്ടോ. അത് രണ്ടും ചെക്ക് ചെയ്താൽ മതി.
ഈ കല അങ്ങ് മാറ്റട്ടെ എന്നാ. ഇതിനുള്ള അരപ്പിനുള്ള തേങ്ങ അതെ ഒരു 1/4 മുറി തേങ്ങ അത് മതി. എന്നാന്ന് വെച്ചാ അത്രയല്ലേ കപ്പ, ഒരു കപ്പയും കണ്ട നമ്മൾ തയ്യാറാക്കണത്. അപ്പൊ 1/4 മുറി തേങ്ങ പരപരാച്ചരണ്ട് കേട്ടോ. പിന്നെ അതിന് ചേർച്ചയ്ക്കായിട്ട് ഒരു 2-3 ദളം ചുമന്നുള്ളി, ഈ 1-2 ദളം വെളുത്തുള്ളി മുഴുത്തതായിരുന്നത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്താട്ടോ നടുക്കോടെ. 1-2 ദളം വെളുത്തുള്ളി, ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി, എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയെ ചേർക്കണേ. കാന്താരി മുളക് അല്ലാട്ടോ ഇതിന് യൂസ് ചെയ്യണത് അത്. പിന്നെ ദേ ഒരു 2 തരി ജീരകം. ജീരകം ഇതിന് മസ്റ്റാ, ജീരകത്തിന്റെ ഇത് വേണം. കാര്യം ഇവിടെ ജീരകം ടേസ്റ്റ് താല്പര്യം കുറവാണ്, എന്നാലും ഒരു പൊടിക്ക് വേണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ഒതുക്കിക്കൊണ്ട് വരാം. ഇതെല്ലാം ഈ മിക്സ് ഇതിന് ചേർക്കാനുള്ളത് ഈ മൊത്തം ഇതാ. അതെന്നാന്നോ ഒതുക്കുക പാടുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ അരക്കരുതെന്ന്. ഞാൻ ഒതുക്കിക്കൊണ്ട് വരട്ടെ. കറണ്ട് പോണതിനും ഒതുക്ക. ഈ മഴ കൊണ്ട് ഏത് സമയം കറണ്ട് പോക്കാം. ഇനിയും ദേ ദേ കണ്ടോ സ്വല്പം വെള്ളം വറ്റാൻ്റെ കണ്ടോ. അതിലേക്ക് ഒതുക്കിയ തേങ്ങ ഉള്ളിയൊക്കെ കട ഒതുക്കിയത്. ഒതുക്കിയതാട്ടോ, അരക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒതുക്കിയതേ ഇത് നമുക്ക് ഇട്ടേച്ച് ഒരു പരിപാടി ചെയ്യാനുണ്ട്. കൂടി പൊത്തി വയ്ക്കണം അരപ്പ് വേവാൻ. അമ്മ ഇളക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി മഴ കൊണ്ട് തണുപ്പുക അല്ലേ, വെന്റിലേഷനിൽ കൂടെ ഒക്കെ തണുപ്പ് കാറ്റടിക്കണം. ഇനി മൂടി പൊത്തി വെച്ചേച്ച് ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരുന്ന് വെള്ളം ഒന്ന് വറ്റട്ടെ. വറ്റി കഴിയുമ്പോൾ നമുക്ക് അരപ്പ് മൊത്തം മിക്സ് ചെയ്യാം കേട്ടോ. ചിക്കി ഇളക്കി മിക്സ് ചെയ്യാം. അന്നേരത്തേക്കും ആ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പയും ചെമ്മീനും കൂടെയുള്ള അരപ്പ് അല്ല ഒതുക്കിയ കറി എന്ന് പറയാൻ പറ്റില്ല, പുഴുക്ക റെഡി ആയിരിക്കണം. എനിക്ക് വാക്കന്നെ ഇപ്പൊ മറന്നു പോണത്. റെഡി ആകും കേട്ടോ. ഒന്ന് വെള്ളം വറ്റിക്കോട്ടെ കേട്ടോ. ചെറിയ ഒരു കുഴമ്പ് ഭാഗത്തിനാണ് ഇത് ഇരിക്കണത്. മീഡിയം ഫ്ലെയിമാ. ഫുള്ളിൽ വെച്ചാൽ പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോവില്ല, അരപ്പ് വേവൂല. അതുകൊണ്ടാ കേട്ടോ. ഇപ്പൊ നമുക്ക് അങ്ങനെ തയ്യാറാക്കാം. ഇത് നമ്മുടെ ഗ്രാൻഡ് മദറിന്റെ ഒക്കെ വീട്ടിൽ സ്ഥിരമുള്ള പുഴുക്കാണിത്. പണ്ട് കാലത്ത് എപ്പോഴും ഉണ്ടാക്കുമായിരുന്ന കപ്പ. അതെന്നാന്നോ ഈ മഴ പെയ്യണ സീസണിൽ പാടത്തൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഈ ചെമ്മീൻ കോരി കിട്ടും. അപ്പൊ ആ ചെമ്മീനും കൊണ്ട് പല വെറൈറ്റി സംഗതികൾ ഉണ്ടാക്കി നോക്കണതായിരിക്കും. എന്നെയാണെങ്കിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റാണ്. കപ്പ കൊണ്ട് പലതരത്തിൽ പല വിഭവങ്ങളും ചെയ്യാമല്ലോ. അപ്പൊ ഓരോരോ വെറൈറ്റി ഒരു ചേഞ്ച് ടേസ്റ്റും ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് പഴമയുള്ള ഐറ്റാട്ടോ ഈ കപ്പപ്പുഴുക്ക്. കപ്പപ്പുഴുക്ക് ചെമ്മീൻ ചേർത്തുള്ള കപ്പപ്പുഴുക്ക് വളരെ പഴമയുള്ള ഒരു ഐറ്റാണ്. അപ്പൊ എല്ലാവരും പരീക്ഷിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ എന്നാ എനിക്ക് തോന്നണം. എന്നാന്ന് പറയുമ്പോ ചെമ്മീൻ ഈ പുളിയിട്ടൊക്കെ വേവിക്കുന്നതുകൊണ്ട് ആ പുളിയൊക്കെ കപ്പയിലേക്ക് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അധികം പുളി പാടില്ല കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു മീഡിയം പുളിയെ പാടുള്ളൂ. മീൻ വെക്കുന്നത് പോലെയുള്ള കുടംപുളി മുഴുവൻ ചേർക്കരുത്. ചിക്കി ഇളക്കാൻ മൂടിപ്പൊത്തി വെച്ച് കഴിഞ്ഞ് മതി. ചിക്കി ഇളക്കാം. അരപ്പ് മിക്സ് ആക്കണ്ടേ. ഇത് മിക്സ് ചെയ്തപ്പോ തൊട്ട് മീഡിയം ഫ്ലെയിമിലാണോ? അതെ. അല്ല മിക്സ് ചെയ്യുമ്പോഴല്ല, നമ്മള് കപ്പയും ചെമ്മീനും കൂടെ ചെമ്മീത്തിന്റെ ആ വേവിച്ച വെള്ളത്തിൽ ഇത് അടുപ്പത്തേക്ക് വെച്ചപ്പോലും മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണം. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റും. ഈ അരപ്പൊക്കെ ചേർന്ന് കഴിയുമ്പോൾ വേവാനുള്ള വെള്ളം അതിലുണ്ടാവൂല. അതുകൊണ്ട് മീഡിയത്തിലാണ് വെച്ചിരുന്നത്. ഇതിന് ഒരിക്കലും കാന്താരി മുളകോ പച്ചമുളകോ അരച്ച് ചെയ്യാറില്ല. എപ്പോഴും ചുമന്ന മുളകാട്ടോ ചേർക്കണം. ഞാൻ മുളക് പൊടിയാണ് ചേർത്തത്. ചുമന്ന മുളകായിട്ട് ഇരിപ്പില്ലായിരുന്നുകൊണ്ട് മുളക് പൊടി ചേർത്തിട്ടോ. അതാ ചേർത്ത് ഞാൻ കഴിച്ചേക്കണത്. പിന്നെ എനിക്ക് വേറെ ഒരുപാട് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. കഴിച്ചേക്കണ രീതിയിൽ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ കപ്പ പുഴുക്ക് റെഡിയായി. കഴിഞ്ഞ അല്ല ഒരു സ്വല്പ നേരം കൂടെ വെന്തോട്ടെ. ആ വെള്ളം അങ്ങ് വറ്റിക്കോട്ടെ. ഇച്ചിരി കൊഴുപ്പ് ഇങ്ങനെ പെരളം പോലെ വേണം. അരപ്പ് ഇച്ചിരി വേവാൻ്റെ എന്നാ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. നല്ല ടേസ്റ്റാ. ഭയങ്കര നൊസ്റ്റാൾജിക് ടേസ്റ്റാ. നല്ല ടേസ്റ്റാ. അരപ്പ് ഇച്ചിരി വേവാൻ്റെ. അരപ്പ് വേവട്ടെ, നേരം കഴിക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ദേ കപ്പ ചെമ്മീനിട്ടുള്ള പുഴുക്ക് റെഡിയായി. ഇതേ ഒട്ടും വെള്ളമില്ല. ഞാനൊന്ന് ഇളക്കി കാണിക്കാം. ദേ കുഴമ്പ് പരുവത്തിന് കണ്ടോ, വെള്ളം മൊത്തം വറ്റി കുഴമ്പ് പരുവത്തിനായി. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്നാന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിലേക്ക് മണ്ണിന്റെ തന്നെ ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഡിസ്പ്ലേക്ക് എടുക്കാം. ഞാൻ ചട്ടി എടുത്തോണ്ട് വരട്ടെ എന്നാ. ചൂടാറിപ്പോവാതെ മൂടിപ്പൊത്തി വെക്കാം അല്ലേ. അങ്ങനെ നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടി ഞാനൊരു കുഞ്ഞ മൺചട്ടിയിലേക്ക് ആ കുഞ്ഞ നമ്മളെ ഇന്നാള് ഞാനും അപ്പം എങ്ങടെ പോയപ്പോൾ റോഡരിയിൽ കണ്ട് മേടിച്ചത് കുഞ്ഞ് കറുത്ത ചട്ടി. കറിയൊക്കെ കോരി വെക്കാന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചാടിയത്. കറി പൊരിഞ്ഞ മഴയത്ത് ചൂടൻ കപ്പയും ചെമ്മീനും ആവി വറക്കണുണ്ടോ? ആവി വറക്കണുണ്ട്. കട്ടൻ ചായയും കൂടെ വേണം അല്ലേ, കോമ്പിനേഷൻ.
ഇത്രയും എടുത്ത് വെച്ചാൽ പോരെ, ധാരാളം മതി. അല്ലെങ്കിൽ പിന്നെ താഴത്തേക്ക് വീഴും. ഇത് പ്രഷ്യസ് ആയി ഐറ്റം, ഇങ്ങനെ താഴത്ത് വീണ് കളയാനില്ല ഇത്, അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അത്ര ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ആയിട്ടുള്ള ഡിഷാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. സാധാരണ നമ്മൾ കപ്പയും മീനും, കപ്പയും ഇറച്ചിയും, കപ്പ ബിരിയാണി അതൊക്കെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. കപ്പയും ചെമ്മീനും തനി നാടനാണ്, വളരെ പഴമ ഉള്ള ഒരു ഡിഷാണ്. പണ്ട് കാലത്തൊക്കെ ആയിരുന്നു സ്ഥിരം വീടുകളിൽ ഇത് ഉണ്ടാക്കിയിരുന്നത്. ഞാനിത് കഴിക്കുന്നത് എൻ്റെ ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ നിന്നാട്ടോ. പിന്നെ ഞങ്ങളുടെ ഗ്രാൻഡ് മദർ വീട്ടിൽ ഇത് ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ആ മണ്ണിട്ടി പോയുള്ള കഴിക്കണ ഓർമ്മയാ വന്നത് എപ്പോഴും. നല്ല അതെന്നാന്ന് വെച്ച് ഈ മഴയൊക്കെയുള്ള സീസണിലാണ് ഈ ചെമ്മീൻ കോരുമ്പോ കൂടുതൽ ചെമ്മീൻ ഇങ്ങനെ കിട്ടും, മുഴുത്ത നല്ല ചെമ്മീൻ. അപ്പൊ ഈ കപ്പയും വീടുകളിൽ ഉണ്ടാവൂന്ന്. ഈ വെള്ളം കയറി വരുമ്പോഴത്തേക്കും പാടത്തുനിന്ന് കപ്പ പറിക്കും, എന്നിട്ട് ഈ ചെമ്മീനും കോരി കിട്ടി കഴിയുമ്പോ ഇങ്ങനെ പുഴുക്കായിട്ട് ഉണ്ടാക്കും. അന്ന് ഭയങ്കര രുചിയായിട്ട് അത് കഴിക്കണത്. അപ്പൊ നിങ്ങളും ട്രൈ ചെയ്യാം. ഉണ്ടാക്കിയിട്ട് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. വേഗം പോയി ലൈക്ക് ചെയ്തോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി മറ്റൊരു വണ്ടർഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.